എന്താടാ ഞാൻ പറയാം കൈയൊന്നേ. ഒരു കലാകാരിക്ക് വേണ്ടത് കലവാസന അല്ലാതെ മീൻ വാസന അല്ല. പട്ടണി കിടക്കുന്ന ഞങ്ങളോടാണ് ശരി. കുട്ടുമണി, ഇവിടെ എന്തെങ്കിലും മണക്കുന്നുണ്ടോ? ഒരു ചുടുവാസന. അല്ല, ഈ തുടു എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആര്യ ചേച്ചിയല്ലേ അവിടെ ചെന്നിരിക്കണ്ടേ? അതല്ലേ ഞാൻ ഈ എം ജെ സാറിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എം ജെ സാറിന് പറ്റില്ല. എന്നെ ഇപ്പൊ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. നീ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കതിന്. എന്റെ ഒന്ന് തുടിച്ചേട്ടാ, ഒന്ന് അവിടെ ചെന്നിരുന്നാ നമുക്ക് പ്രോബ്ലംസ് എല്ലാം. എടാ പക്ഷെ ടുഡു അവിടെ ജഡ്ജ് ചെയ്യാൻ നേരത്തെ വെറൈറ്റി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ. ഓ, ആ ജഡ്ജിങ് പാനൽ നോക്കൂ, എം ജെ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ടുഡു. എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. റെഫറി പറ, നീയാണ് ഇന്നത്തെ നമ്മുടെ റെഫറി. ആ തീരുമാനം ശരിയോ തെറ്റോ? കുറച്ച് ഇവിടുത്തെ ക്യാപ്റ്റൻ ആവാൻ എന്തുകൊണ്ട് യോഗ്യത കണ്ടാ ചുടുവിനല്ലേ? തൊപ്പി വെച്ച ടുഡുവിനാണ്. പക്ഷെ നമ്മുടെ ഓഡീഷൻ തൊട്ട് കഴിഞ്ഞ ഷെഡ്യൂള് വരെ ഇവിടെ ആര്യ ചേച്ചി അല്ലേ ക്യാപ്റ്റൻ ആയിട്ട്. 100th എപ്പിസോഡ് ആയല്ലോ. ചെറിയ വെറൈറ്റി ഒക്കെ കൊണ്ടുവരാം. പക്ഷെ ആങ്കർ ആയ പോരെ ടുഡു. ചുടു ആങ്കർ ആയാൽ മതിയോ? ഒരു കമ്പനി വേണ്ടേ? റീപ്ലേസ്മെന്റ് വേണ്ടെന്ന് അവൻ ഉദ്ദേശിക്കുന്നത്. വേണം. ഞാനിപ്പൊ എന്ത് വേണം എന്നാണ് പറയുന്നത് റെഫറി? പോയി അവിടെ ചെന്നിരിക്കണം. ടുഡു ഇവിടെ വന്ന് ചേച്ചിയുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ആങ്കർ ചെയ്യണം. പക്ഷെ എം ജെ സാർ സമ്മതിക്കില്ലെന്ന്. അല്ല, ഞാൻ വേറൊരു കോംപ്രമൈസ് ആണ്. ഓക്കെ, ആര്യ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ടുഡു അങ്ങോട്ട് വരുന്നു, മീനുട്ടി അങ്ങ് പോകുന്നു. അതിപ്പോ ഇങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം, ഇവിടെ ഇതിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? ആ ചുടു ആരോടെങ്കിലും പോവാൻ പറഞ്ഞോ ഇവിടുന്ന്? അവൻ എത്ര നന്നായി അത് കൈകാര്യം ചെയ്തതാ. ടുഡു കമ്പയർ ചെയ്താൽ മതി. എന്റെ നിർബന്ധം വെച്ച് എനിക്ക് ആര്യ ചേച്ചി അവിടെ ചെന്ന് ഇരുന്നേലേ പറ്റും. എങ്കിൽ ഈ ഷോയുടെ ഡയറക്ടർ ആരാ? ഈ ഷോയുടെ പ്രൊഡ്യൂസർ ആരാ? രാകേഷ് സാർ. രാകേഷ് അല്ലേ ഇതൊക്കെ പറയണ്ടേ? എന്നാ സാറ് പറ. നമുക്കൊരു കാര്യം ചെയ്യാൻ പാർത്ഥിവേ, പാട്ടിന്റെ സമയത്ത് നമ്മൾക്ക് ടുഡുവിനെ മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് ഇരുത്താം. അതായാലും മതി. അത് മതി. Agreed. എം ജെ സാർ agreed. Compromise. ഓക്കെ, ചേട്ടാ കോംപ്രമൈസ്. കോംപ്രമൈസ്. യെസ്. അപ്പൊ ഇനി നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സീറ്റിലേക്ക് ഇരുന്നോളൂ. പാട്ട് പാടാം. ഏത് പാട്ടാ പാടുന്നേ? അയ്യോ, അത് മറന്നുപോയി അല്ലേ? ഓമനപ്പുഴ കടപ്പുറത്തിൻ ഓ, അതാണ് ഇങ്ങനെ വന്നേക്കണേ. ഓക്കെ. പേരെന്നാ പറഞ്ഞു? മോളെ ആര്യ പാടാം. എന്റെ പേര് രാധ. സ്നേഹത്തിൽ എല്ലാവരും എന്നെ രാധ എന്ന് വിളിക്കും. ശരിക്കുമുള്ള പേര് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. മാങ്ങപറി. പിന്നെ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് മാസ്റ്റർ ഞാനാണ്. ആണോ? എങ്ങനെയാ ഡാൻസ് പഠിപ്പിച്ചത്? മാങ്ങപറി, ചളിക്കുത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ എല്ലാം പഠിച്ചല്ലേ? ഞാൻ പഠിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് എന്റെ ഗുരുനാഥൻ. ഡീറ്റെയിൽസ്: വർഷം 2005, മ്യൂസിക് വിദ്യാസാഗർ സാർ, പാടിയത് വിനീത് ശ്രീനിവാസൻ സാർ, ലിറിക്സ് വയലാർ ശരത്ചന്ദ്ര വർമ്മ സാർ. നൈസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടൂ. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്കണം. താങ്ക് യു. ഓക്കേടാ.
വെരി നൈസ് വെരി നൈസ് പാർത്ഥിവക്കുട്ട. Yes. അപ്പൊ നമുക്ക് മാർക്ക് അറിയാം പാത്തിക്കുട്ടാ. അതെ. കുട്ടുമണിക്കുട്ട, എന്തോ you are going to be awarded 95. 95? 95.5 out of 100. താങ്ക് യു. തെറ്റിച്ച്. അപ്പൊ പാർത്ഥിവക്കുട്ട നമ്മള് ചുടുവിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. Yes. കം ബാക്ക് നടത്തണം. Come back. Yes. ബൈ. ബൈ. Bye. Good night. ടെസക്കുട്ടിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടെസ.